ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി കട്ട്ലേറ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു ഉരുളക്കിഴങ്ങ് കണ്ടില്ലേ, നിങ്ങൾക്ക് വലിപ്പം കണ്ടില്ലേ, നല്ല വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അത് പുഴുങ്ങാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ കഴുകിയ ശേഷം ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടാണ് വേവിക്കണത്. അപ്പോൾ അത് വേവിക്കാൻ നേരത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് മഞ്ഞളും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ എല്ലൊക്കെ ഒന്ന് വേർതിരിക്കണം. എല്ലും ഒക്കെ ബോൺലെസ് അല്ലല്ലോ. അപ്പോൾ ഇത് ബോണുള്ളത് അതുകൊണ്ടിട്ട് എല്ലൊക്കെ വേർതിരിച്ച് ആ ചിക്കൻ പീസ് മാത്രമായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മിക്സിയിലേക്കെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ വേണം. അപ്പോൾ 2 വലിയ സവാളയും കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീനച്ചട്ടിയിൽ എണ്ണ നല്ലപോലെ വെളിച്ചെണ്ണയാണ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കണം കേട്ടോ. അത് നല്ലതുപോലെ മൂത്ത സ്മെല്ല് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ആ 2 സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ 2 വലിയ സവാള മൊത്തമായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് കുരുമുളകിൽ എനിക്ക് കട്ട്ലേറ്റിൽ എനിക്ക് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടിട്ട് കുരുമുളക് കുറച്ച് അധികം കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു നുള്ള് ഫ്ലേവറിന് വേണ്ടി മാത്രം 1/2 ടീസ്പൂൺ കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കർമസാല, വീട്ടിൽ പൊടിച്ച കർമസാല പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾ ഒരു നുള്ള് കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ, കാരണം നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ അതിൽ മഞ്ഞളിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ്. ഇനി നമ്മൾ ആ ക്രഷ് ചെയ്ത മിക്സിയിൽ നിന്നുള്ള ആ ചിക്കൻ അതിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ചൂടാക്കി എടുക്കണമെന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട ശേഷം നല്ലപോലെ വഴറ്റി അതിൻ്റെ മസാല കുത്തൊക്കെ മാറ്റിയ ശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ല ഉരുളക്കിഴങ്ങ്, ഫ്രഷ് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടിട്ട് ഇതുപോലെ ഉടഞ്ഞു പോയി. വെന്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഉടഞ്ഞു പോയി. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഞാനത് ആ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ വഴറ്റിയ ആ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ചൂടുള്ളതുകൊണ്ടിട്ട് തവി കൊണ്ടിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തവി കൊണ്ടൊന്ന് ഉടച്ച് അതിൽ നിന്നുള്ള ആ ചൂടൊക്കെ ഒന്ന് പോയ ശേഷം മാത്രം നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടെ നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ആദ്യം നല്ല ചൂടുള്ളതുകൊണ്ടിട്ടാണ് ഞാൻ ഡയറക്റ്റ് ഇപ്പം തന്നെ കുഴക്കാത്തത്. അപ്പോൾ ഒന്ന് ചൂടാറാൻ വെച്ച ശേഷം ഞാൻ നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുന്ന ടൈമിൽ നമുക്കറിയാം ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടിട്ട് ഉപ്പിൻ്റെ പോരായിക ഉണ്ടാവും. അപ്പോൾ ഞാനത് ഇതിലേക്ക് സെപ്പറേറ്റ് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷമാണ് നല്ലപോലെ ഒന്ന് മിക്സ് എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ കുഴച്ചെടുക്കാൻ പോണേണ്. അപ്പോൾ അത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഉപ്പിൻ്റെ പോരായിക എനിക്ക് തോന്നി, കാരണം നമ്മൾ ആദ്യം ചെയ്ത കൂട്ടിന് ഓക്കെ ആയിരുന്നു ഉപ്പ്. പക്ഷേ ഉരുളക്കിഴങ്ങ് വരുമ്പോൾ അത് ഓക്കെ അല്ലാതെ ആവും, ആ ഉപ്പ് കുറവുണ്ടാവും. അതുകൊണ്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ കട്ടകളൊക്കെ ഉടച്ച്, എനിക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ കട്ട പോലെ കിടക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. കട്ട്ലേറ്റിന് നല്ല ജ്യൂസി ആയിരിക്കണം. അതുകൊണ്ടിട്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ കഴുകിയ ശേഷമാണ് അത് കുഴക്കണത്. നല്ലപോലെ കുഴച്ച് നല്ല ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെയ്യണേ. ഇതുപോലെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം ഇനി അതിൽ നിന്ന് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഒരു നുള്ളെടുത്ത് കുറച്ചെടുത്തിട്ട് അപ്പോൾ അത് ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്ക് കുരുമുളകൊക്കെ കുറവാണെങ്കിൽ കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഉരുളകളാക്കാം അത്. അപ്പോൾ അത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഓരോ ഉരുളകളാക്കി ഞാൻ വെക്കും. ഓരോ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി വെച്ച ശേഷമാണ് അത് ഓരോ ഷേപ്പിലാക്കി എടുക്കുന്നത്. അങ്ങനെ ഓരോ ഉരുളകളാക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ സുഖമാണ്. എല്ലാം ഉരുളകളാക്കി എടുത്ത ശേഷം നമുക്ക് ഓരോ ഷേപ്പിലാക്കാം. ഞാനൊന്ന് വട്ടത്തിലും പിന്നെ ഒന്ന് നീളത്തിലുള്ള ഷേപ്പിലുമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ ഇളയ മോൾക്ക് വലിയ കട്ട്ലേറ്റ് ഇഷ്ടമല്ല, വളരെ ചെറിയ കട്ട്ലേറ്റാണ് ഇഷ്ടം. അതുകൊണ്ടിട്ട് ചെറിയ ഉരുളകളും ആ കൂട്ടത്തിലുണ്ടാക്കി ചെറിയ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, വട്ടത്തിലുള്ളതും ഇങ്ങനെ നീളത്തിലുള്ളതും പിന്നെ ചെറിയ കട്ട്ലേറ്റും അങ്ങനെ പല ടൈപ്പിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള ഷേപ്പൊക്കെ ആക്കാം കേട്ടോ. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഷേപ്പിലാക്കി ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആദ്യം ഉരുളകളാക്കിയ ശേഷമാണ് ഞാനിതെല്ലാം ചെയ്തത് കേട്ടോ. അതാകുമ്പോൾ സുഖമാണ്.
അതിന് നമ്മൾ റസ്ക് പൊടി കണ്ടില്ലേ, റസ്ക് പൊടി വാങ്ങാൻ പോയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ റസ്ക് വാങ്ങിച്ച് ഞാനത് പൊടിച്ചതാണ്. അപ്പോൾ ഭയങ്കര ഫൈനായിട്ട് പൊടിഞ്ഞു കേട്ടോ. ഇച്ചിരി അധികം ഫൈനായി പൊടിക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ കട്ട്ലൈറ്റ് എടുത്തിട്ട് മുട്ടയും ഉണ്ണിയും കൂടെ അടിച്ചതാണ് കേട്ടോ. അതിലൊരു നുള്ളി ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടടിച്ച കൂട്ടിലേക്ക് നമ്മൾ കട്ട്ലൈറ്റ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ആ ബ്രെഡ് പൊടിയിലേക്കും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് ഫ്രൈ ആക്കാം. അപ്പോൾ അതിന് വേണ്ടി ആ പാത്രത്തിൽ തന്നെ കട്ട്ലൈറ്റൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ഈ റസ്ക് പൊടി മുക്കിയ കട്ട്ലൈറ്റ് കണ്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒരു 10-12 ആകുമ്പോൾ ഒരുമിച്ച് പൊരിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് എല്ലാം കൂടി ഇങ്ങനെ മാറ്റി വെക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ റസ്ക് പൊടിയിൽ മുക്കിയതൊക്കെ ആയിട്ടുണ്ട് കണ്ട. ഇത്രയും റസ്ക് പൊടിയിൽ മുക്കിയിട്ടുണ്ട്. മുക്കാനുള്ളതും സൈഡിലുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ ഒരു ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ ഒരിക്കലും. എണ്ണ ഒരുപാട് ചൂടാവാനും പാടില്ല. കാരണം റസ്ക് പൊടിയാണ്. നല്ല ചൂട് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് മാറും, ഭയങ്കര കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ എണ്ണ നല്ല ചൂടാവാനും പാടില്ല. ആ രീതിയിൽ വേണം പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതായത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ കാണുന്ന പൊട്ടല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ടേസ്റ്റ് അമ്മാതിരിയാണ്. ഞാനിത് കുറച്ചുണ്ടാക്കിയിട്ട് എൻ്റെ ഓഫീസിലൊക്കെ കൊണ്ടുവന്നായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും നല്ല അടിപൊളി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കടയിലെ കട്ട്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ബ്രെഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. ഇതങ്ങനെയല്ല, ഒരുപാട് കഴിച്ചാലും മതി വരില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞായറാഴ്ചകളിൽ വീട്ടിൽ ഇറച്ചിയൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ കുറച്ചെടുത്ത് ഇറച്ചി മാറ്റിയിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ.